അമേരിക്ക ഇറാനോട് കാണിച്ചത് ഒട്ടും ശരിയായില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇറാനെ ശക്തമായി സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മുടെ സഖാവ്. അദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങൾ എന്തുകൊണ്ട് ഇറാനെ LDF കമ്മ്യൂണിസ്റ്റുകാർ സപ്പോർട്ട് ചെയ്യണം, അപ്പോൾ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാം. ഓരോ രാജ്യത്തും ആ രാജ്യത്തിൻ്റെതായ ഭരണ സംവിധാനമല്ലേ നിലനിൽക്കുക. ഒരു രാജ്യത്തിലെ ഭരണ സംവിധാനം മറ്റൊരു രാജ്യം ആഗ്രഹിക്കുന്ന തരത്തിൽ വേണമെന്ന് നിശ്ചയിക്കാൻ പറ്റുമോ? അവിടെ ആ ഭരണം തുറന്നു വരുന്നു. അതിനു നേരെയാണ് ഏകപക്ഷീയമായി ആക്രമണം വഴിച്ചു വിട്ടത്. ആ രാജ്യത്തിന്റെ പരമാധികാരിയെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അടക്കം ചേർത്തുകൊണ്ട് വധിക്കുകയാണ്. തങ്ങളുടെ കയ്യിലുള്ള ആയുധശേഷി ആധുനിക കാലത്ത് കൃത്യതയോടെ ആളെവിടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവിടേക്ക് ആയുധമയച്ച് കൊലപ്പെടുത്താനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്നുള്ളതിന്റെ മേലെ നടത്തിയ ആക്രമണം. എന്നിട്ട് എന്തൊരു കൊങ്കോടിയാണ് അത് വലിയ മേന്മയായി പ്രഖ്യാപിച്ചത്. ഇവിടെ ഐക്യരാഷ്ട്രസഭ എന്നൊരു സംവിധാനമുണ്ടല്ലോ. ഐക്യരാഷ്ട്രസഭയ്ക്ക് ശബ്ദിക്കാൻ പറ്റുന്നുണ്ടോ? ശബ്ദിച്ചാൽ അതിന് വില കൊടുക്കാൻ അമേരിക്ക തയ്യാറുണ്ടോ? തങ്ങളൊന്നും അംഗീകരിക്കില്ല. തങ്ങൾ പറയുന്ന കാര്യം നടത്താൻ പാടുള്ളൂ. ഇതല്ലേ നില? ഇതിന്റെ ഭാഗമായിട്ടല്ലേ ഇസ്രയേലും കാര്യങ്ങൾ തുറന്നു നടത്തിക്കൊണ്ടുപോകുന്നത്? പക്ഷേ ഇറാഖിൽ നിന്ന് ഇറാനിലേക്ക് എത്തുമ്പോഴുള്ള വ്യത്യാസം നാം കാണണം. ഇറാഖിനെ കുറിച്ച് ലോകത്തെയാകെ തെറ്റിദ്ധരിപ്പിക്കാൻ അമേരിക്ക കഴിഞ്ഞിരുന്നു. എന്നാൽ ഇറാന്റെ കാര്യം വരുമ്പോ അമേരിക്കയോടൊപ്പം എല്ലാറ്റിനും നിന്നിരുന്നവരെ തന്നെ കാണാനില്ല. നേറ്റോ ആ രീതിയിൽ അണിനിരന്നില്ല. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യശക്തികൾ ആ നിലക്ക് അമേരിക്കയോടൊപ്പം അണിനിരന്നില്ല. എന്തുകൊണ്ടാണത്? അമേരിക്ക കാണിക്കുന്ന നിലപാടിനോട് വിയോജിപ്പ് അവരുടെ ക്യാമ്പിൽ തന്നെ വളർന്നു വരുന്നു. അമേരിക്കക്കകത്ത് തന്നെ ശക്തമായ പൊതുജനാഭിപ്രായം ഇതിനെതിരെ ഉയർന്നു വരുന്നു. അപ്പോൾ ലോകത്താകെ ഇതിനെതിരെയുള്ള ഇത്തരം കടന്നാക്രമണങ്ങൾക്കെതിരെയുള്ള പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് നാം ആലോചിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യമനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കാനാവുന്നില്ല. നമുക്ക് മഹത്തായൊരു പാരമ്പര്യമാണുള്ളത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അടരാടിക്കൊണ്ടാണ്. ആ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ രാജ്യവും ഇവിടെ അധികാരത്തിൽ വന്ന ഗവൺമെന്റും സ്വീകരിച്ച നിലപാട് മൊത്തത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടായിരുന്നു. ആദ്യത്തെ ഗവൺമെന്റ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ആ ഗവൺമെന്റ് കൃത്യമായി സാമ്രാജ്യത്വ വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചത്. അതിന്റെ ഫലമായി ലോകത്താകെ മൂന്നാം ലോക രാജ്യങ്ങളോടൊപ്പം പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളോടൊപ്പം എവിടെയൊക്കെ സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു, സമരങ്ങൾ നടക്കുന്നു, അതിന്റെ കൂടെ എന്നൊരു നില ഇന്ത്യ രാജ്യത്തിനുണ്ടായി. വലിയ അംഗീകാരം ഇന്ത്യക്ക് ലഭിച്ചു. അത് നമ്മുടെ ആയുധബലത്തിന്റെ ഭാഗമായിരുന്നില്ല, നമ്മുടെ സാമ്പത്തിക ശേഷിയുടെ ഭാഗമായിരുന്നില്ല. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലക്കാണ് നമുക്ക് ആ അംഗീകാരം ലഭിച്ചത്. പക്ഷേ കാലം മാറി. അന്ന് ഭരണത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ സ്വഭാവത്തിലും കാലം മാറിയപ്പോൾ മാറ്റം വന്നു. അതിന്റെ ഫലമായി നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ രാജ്യം
ആഗോളവൽക്കരണ നയത്തിലേക്ക് നീങ്ങി. ആഗോളവൽക്കരണ നയത്തിലേക്ക് നീങ്ങുക മാത്രമല്ല, സാമ്രാജ്യത്വ പ്രീണ നിലപാട് സ്വീകരിച്ചു. അപ്പോഴാണ് ആദ്യമായി ഇസ്രയേലിനെ അംഗീകരിക്കുന്ന നിലപാട് വരുന്നത്. വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ വന്നപ്പോ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കാലമായി. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കാലത്ത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തന്ത്രപരമായ സഖ്യശക്തിയായി ഇന്ത്യയെ മാറ്റാനുള്ള നീക്കങ്ങളുണ്ടായി. വലിയ തോതിലുള്ള എതിർപ്പ് അന്ന് ഈ രാജ്യത്ത് ഉയർന്നു വന്നു. അന്ന് അതിന്റെ എല്ലാം കൂടെ നിൽക്കുകയല്ല, മൻമോഹൻ സിംഗ് ഗവൺമെന്റ് നടപ്പാക്കുന്ന കാര്യങ്ങൾ ന്യായമാണ് എന്ന് വിശദീകരിക്കാൻ അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ വല്ലാതെ പാടുപെടുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇത് കാണേണ്ടത് തുറന്നു വന്ന BJP ഗവൺമെന്റ്. BJP ഗവൺമെന്റിനെ കുറിച്ച് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺഗ്രസിനും BJPക്കും ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്തതയില്ല. എല്ലാ കാര്യങ്ങളിലും ഒരേ നിലപാടാണ്. നമ്മുടെ രാജ്യം അമേരിക്കൻ സാമ്രാജ്യത്തിന് വിധേയമായി പോകുന്നതിന് അതിന്റെ കൂടെയാണ് BJP. നേരത്തെയും അതെ. ഇപ്പോ BJPക്ക് ഭരണാധികാരം നിയന്ത്രിക്കാൻ അവസരം കിട്ടിയപ്പോൾ പൂർണ്ണമായും അമേരിക്കൻ വിധേയത്വത്തിലേക്ക് നീങ്ങി. നമ്മുടെ രാജ്യത്തിന്റെ അന്തസ് തന്നെ കളഞ്ഞു കുളിക്കുകയാണ്. ഇവിടം വരെ എത്തി. നമ്മുടെ പരമാധികാരം, അങ്ങനൊരു വസ്തു ഇപ്പോൾ ഉണ്ടോ? പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആ രാഷ്ട്രവും അവിടുത്തെ ഗവൺമെന്റുമാണ്. അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അധികാരമുള്ള കേന്ദ്ര ഗവൺമെന്റ് എന്താണിപ്പോ ഏറ്റവും ഗുരുതരമായ ഈ പ്രശ്നത്തിൽ എടുത്ത നിലപാട്? നാം ഓർക്കേണ്ടത്, ഇറാൻ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോ നമ്മുടെ നാട്ടില് വലിയ തോതിലുള്ള ഇന്ധനക്ഷാമം അനുഭവപ്പെടാൻ പോകുന്നു. ലോകത്താകെ ആ പ്രശ്നം ഉയർന്നു വരുന്നു. അപ്പോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ 30 ദിവസത്തേക്ക് അനുവദിക്കണം, അല്ലെങ്കിൽ അനുവദിച്ചിരിക്കുന്നു എന്ന് അമേരിക്ക പറയുന്നു. അനുവദിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമാണല്ലോ അത്. നമ്മുടെ രാജ്യത്ത് എവിടുന്ന് എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കേണ്ടത് അമേരിക്കയാണോ? നാം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് അല്ലേ? അതിനുള്ള അവകാശം നമുക്കില്ലേ? ഞങ്ങൾ നിങ്ങൾക്ക് 30 ദിവസത്തേക്ക് അനുമതി നൽകുന്നു എന്ന് പറയുമ്പോൾ ശരിയായ ഭരണാധികാരികളാണെങ്കിൽ അപ്പത്തന്നെ അതിനെ തള്ളിപ്പറയണ്ടേ? നിങ്ങളുടെ അനുമതി ആർക്ക് വേണമെന്ന് ചോദിക്കാനുള്ള സ്ഥൈര്യം കാണിക്കണ്ടേ? എന്തേ അതിന് കഴിയാതിരുന്നത്? ഇപ്പോ യുദ്ധം ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ ലക്ഷക്കണക്കിൽ സഹോദരങ്ങളാണ് മറ്റു രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്, ഗൾഫ് രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാമുള്ള വലിയ തോതിലുള്ള അസ്വസ്ഥത, അത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമല്ലേ? വലിയ തോതിലുള്ള അരക്ഷിതത്വം വളർന്നു വരികയല്ലേ? ഇത്തരമൊരു ഘട്ടത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം സ്വീകരിച്ച നിലപാടിനെ തള്ളിപ്പറയാൻ നമ്മുടെ രാജ്യത്തിലെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. ഇതാണ് നാം കാണേണ്ട കാര്യം. നമ്മുടെ രാജ്യം അതിന്റെ പരമാധികാരം അടിയറവെക്ക് നില സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം നിലപാടിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകണമായിരുന്നു. ഇപ്പോ
നമ്മുടെ അടുക്കളകളിൽ പ്രശ്നം വന്നില്ലേ? നമ്മുടെ ഹോട്ടലുകളിലെ ഇന്ധനമില്ലാത്തതുകൊണ്ട് പല ഹോട്ടലുകളും അടച്ചുപൂട്ടുന്ന അവസ്ഥ വന്നില്ലേ? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമായതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനും മറ്റും ഇപ്പോ ഫലപ്രദമായി ഒന്നും ചെയ്യാനാകില്ല. പക്ഷേ പെരുമാറ്റച്ചട്ടം വരുന്നതിന്റെ 2 ദിവസം മുൻപ് ഞങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു ചേർത്തിരുന്നു. നമ്മുടെ നാട്ടിൽ ഇന്ധനം സപ്ലൈ ചെയ്യുന്ന IOC, BPCL പോലുള്ള കമ്പനികളെ വിളിച്ചു ചേർത്തിരുന്നു. ഉന്നതരായ ഉദ്യോഗസ്ഥരും അതിൽ പങ്കെടുത്തിരുന്നു. എങ്ങനെയാണ് പരിഹാരം കാണാൻ കഴിയുക, എത്രത്തോളമാണ് നീങ്ങാൻ കഴിയുക എന്നെല്ലാമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ പൂർണ്ണമായും ആശങ്ക അകലുന്ന അവസ്ഥയായിരുന്നില്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മള് മറന്നുപോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. മനുഷ്യന് മറവിയുടെ അനുഗ്രഹമാണ് എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ ചിലത് നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ഇന്ധനമാകെ തരാൻ ഇറാൻ തയ്യാറായിരുന്നു. അതിന്റെ ഭാഗമായി ഇറാനിൽ നിന്നുള്ള പൈപ്പ് ലൈൻ പാകിസ്ഥാനിലൂടെ ഇന്ത്യയിലേക്ക് എത്തുന്നു. രാജ്യത്തേക്ക് ആവശ്യമായ ഗ്യാസ്, അവർക്കാണെങ്കിൽ പ്രകൃതിദത്തമായി ഗ്യാസ് ധാരാളമുണ്ട്, അത് നമുക്ക് തരാൻ പറ്റും. അവരാണെങ്കിൽ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി തന്നെ നമ്മളോട് നല്ല ബന്ധം പുലർത്തുന്നവരാണ്, വളരെ അടുത്ത ബന്ധം. ഇവിടെ നമ്മുടെ സംഘപരിവാറുകാരും മറ്റും ആര്യ രക്തത്തിൽ വലിയ അഭിമാനം കൊള്ളാറില്ലേ? ആര്യര് ഇറാനിൽ നിന്ന് വന്നവരാണെന്നാണ് ഒരു വർത്തമാനം. അങ്ങനെയെല്ലാമുള്ള ബന്ധം നമ്മുടെ രാജ്യവുമായി ഇറാനുണ്ട്. എന്നാൽ വ്യാപാര ബന്ധം, മറ്റു ബന്ധങ്ങൾ, ദീർഘകാലത്തെ നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നതാണ്. ഇന്ത്യ ചില ഘട്ടങ്ങളിൽ ചില പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. ആ ഘട്ടത്തിലെല്ലാം നമ്മളോടൊപ്പം ഉറച്ചു നിന്ന രാഷ്ട്രമായിരുന്നു ഇറാൻ. നന്ദി വേണ്ടേ? സാധാരണ മര്യാദ കാണിക്കണ്ടേ? നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് ആ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ആ രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തയ്യാറാവണ്ടേ? നമ്മളൊരു പരിപാടി നടത്തുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് സേനാ വിഭാഗങ്ങൾ വരുന്നു. അത് നാവികാഭ്യാസമായിരുന്നു. ഇറാന്റെ നാവികസേനയും വരുന്നു. അവര് തിരിച്ചു പോകുമ്പോഴാണ് ശ്രീലങ്കക്കടുത്ത് വെച്ച് ആ കപ്പല് ആക്രമിച്ച് ഒരുപാട് നാവികരെ കൊലപ്പെടുത്തിയത്. അതിനെതിരെയെങ്കിലും ശബ്ദിക്കാൻ തയ്യാറായോ? നമ്മുടെ അതിഥികളല്ലേ ആക്രമിച്ചത്? ഞാൻ പറഞ്ഞു വന്നത് ആ ഗ്യാസിന്റെ കാര്യമാണ്. ആ ഗ്യാസ് ലൈൻ പൂർണ്ണതയിൽ നടപ്പാവുന്നതായിരുന്നു അമേരിക്കക്കാർ ഇഷ്ടം. അന്ന് അമേരിക്കൻ പ്രസിഡന്റ്, ഇവിടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഈ കരാർ നടപ്പാക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നു. ആണവ കരാറിന്റെ കാലം ഓർമ്മയില്ലേ? വലിയ തോതിൽ ചർച്ച ചെയ്തൊരു കാര്യമാണല്ലോ ആണവ കരാറിന്റെ കാലം. ആ കരാറിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഇന്ധന പ്രശ്നവും പരിഹരിക്കപ്പെടും എന്നായിരുന്നു കോൺഗ്രസിന്റെ ചെറുതു മുതൽ വലുതു വരെയുള്ള എല്ലാ നേതാക്കളും നാട്ടിൽ പറഞ്ഞു കാണുന്നത്. എന്തായി ഇപ്പോ? അമേരിക്കയിലെ ആവശ്യത്തിലധികം ഈ പറയുന്ന വാതകമൊക്കെ ഉണ്ട്. പക്ഷെ അവര് തരുമോ? തരുന്നുണ്ടോ? ഇറാന്റെ ആ വാതകം മുടക്കിയതിന്റെ ഗതികേടല്ലേ നമ്മളിപ്പോ അനുഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ ദുസ്ഥിതിക്ക് ഇടയാക്കിയ കോൺഗ്രസിൽ നിന്ന് നമുക്ക് കിട്ടിയ വലിയ തോതിലുള്ള മിച്ചമെന്ന് നമ്മൾ ഓർക്കണം. കോൺഗ്രസിന്റെ അതേ നയം BJP തുടർന്നു. ഇതിനെല്ലാം എതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ട
ഒരു ഘട്ടം കൂടിയാണിത്. ഈ ഘട്ടത്തിൽ സാധാരണഗതിയിൽ നമ്മളെല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പറയാൻ ഞാൻ നിർബന്ധിതനായത്. ഈ കേട്ടതൊക്കെയാണ് സഖാവ് പിണറായി വിജയൻ്റെ അമേരിക്കൻ അധിനിവേശത്തിനെതിരെയുള്ള പ്രതികരണവും ഒപ്പം ഇറാനെ അനുകൂലിക്കുന്നതിൻ്റെയും കാരണങ്ങൾ. ഇനി തീരുമാനിക്കുക ആരാണ് ശരി.